നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇതാ പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ ആര് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്കോക്കയുടെ അനാലിസിസ് അനുസരിച്ചുള്ള സാധ്യതകളാണ് നമ്മൾ നോക്കുന്നത്. ഇത് ബെറ്റിംഗ് ഓടും അതുപോലെ മറ്റ് അനാലിസിസുകളും ഒക്കെ നോക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. ഏറ്റവും കൂടുതൽ ഗോൾഡൻ ഗ്ലൗവിനുള്ള സാധ്യത കണക്കാക്കുന്നത് ഡേവിഡ് റായക്കാണ്. 44.4% അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ഗ്ലൗ സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ ലിവർപൂളിൻ്റെ ബ്രസീലിയൻ സൂപ്പർ ഗോൾ കീപ്പർ ആലിസൺ ബെക്കറുടെ ഗോൾഡൻ ഗ്ലൗ സാധ്യത കണക്കാക്കുന്നു 28.6%. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസിൻ്റെ സാധ്യതയും 28.6% കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിട്ടുള്ള ജെയിംസ് ട്രഫോർഡിൻ്റെ സാധ്യത 14.3%. ഇപ്പം എഡേഴ്സൺ ഇനി ക്ലബ്ബ് വിട്ടു പോകുമോ ഇല്ലയോ അത് കണ്ടറിയണം. മാത്രമല്ല പെപ്പ ആരെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കും എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 14.3% ഗോൾഡൻ ഗ്ലൗ സാധ്യതയുമായിട്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നു ജെയിംസ് ട്രഫോർഡ്. തൊട്ടു പിന്നാലെ റോബർട്ട് സാഞ്ചസ് വരുന്നുണ്ട്. 9.1% അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ഗ്ലൗ സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഗോൾഡൻ ഗ്ലൗ സാധ്യത കണക്കാക്കുന്നത് 7.7%. അദ്ദേഹം ആസ്റ്റൺ വില്ല വിടും എന്നൊക്കെയാണ് പ്രഖ്യാപനം. വിട്ടാലും എങ്ങോട്ട്, പ്രീമിയർ ലീഗിൽ തുടരാനാണ് സാധ്യത എന്ന നിലയിലാണ് ഈ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ അവർ ഇട്ടിരിക്കുന്നത്. ഏതായാലും കൂട്ടത്തിൽ ഏറ്റവും കുറവ് സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നത് എമിലിയാനോ മാർട്ടിനസിനാണ്. ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഡേവിഡ് റായക്കാണ്. 1 ഡേവിഡ് റായ, 2 ആലിസണും എഡേഴ്സണും, 3 ജെയിംസ് ട്രഫോർഡ്, 4 റോബർട്ട് സാഞ്ചസ്, 5 എമി മാർട്ടിനസ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.